ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ മലയാളികളെ ഏറെ കുടുകുടാ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിയേട്ടൻ. ശ്രീനിയേട്ടൻ്റെ ആ ഒരു വിയോഗം അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തിന് മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകർക്കും തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായും ലാലേട്ടനും ശ്രീനിവാസൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു പുതിയ സിനിമാ വിശേഷം ആയിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം സിനിമാ വിശേഷങ്ങൾ അറിയിക്കുന്നതായതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത ഒരുപാട് സന്തോഷമില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്കായുടെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ മുഹമ്മദ് ഷെരീഫ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഖാലിദ് റഹ്മാനാണ്. ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഖാലിദ് റഹ്മാൻ്റെ മറ്റൊരു ചിത്രത്തിൽ മമ്മൂക്ക വേഷമിടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മാർക്കോ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് മമ്മൂക്കായെ വെച്ച് നിർമ്മിക്കുന്ന ഒരു ചിത്രവും കൂടിയാണിത്. വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സംസാര വിഷയം. മമ്മൂക്കായുടെ നാട്ടിന് തിയേറ്ററിലേക്ക് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന സിനിമ പാട്രിയോട്ട് എന്ന സിനിമയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള, മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകതയിലുപരി മമ്മൂക്കായുമായി 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേട്ടൻ ഈ സിനിമയിലെത്തുന്നത്. കളങ്കാവൽ എന്ന സിനിമ ഏതാണ്ട് 3 ആഴ്ച പിന്നിടുമ്പോൾ സിനിമയുടെ കളക്ഷൻ 90 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയും ഒട്ടും സന്തോഷമല്ലാത്ത രീതിയിൽ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സന്തോഷിക്കാൻ പറ്റിയ ആ ഒരു നിമിഷത്തിലൂടെ അല്ല നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു നടനില്ലാത്ത സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകളും പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഹാസ്യരൂപേണ അദ്ദേഹം വിമർശിക്കാറുണ്ട്. പക്ഷെ ആർക്കും തന്നെ അദ്ദേഹത്തോട് ഒരു വെറുപ്പും തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും എല്ലാം. ഇന്നലെ ശ്രീനിയേട്ടൻ്റെ ഈ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തിയ ഒരാളാണ് ഞാനും. അവിടെ ചെന്നപ്പോൾ ഒരു നടന് കിട്ടുന്ന ഒരു ആദരവ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു നടൻ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ പോയി കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി എന്നുള്ളത്. കാരണം അത്രയും ആളുകളാണ് ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി ആ ഒരു ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടത്. എന്തായാലും ഒരുപാട് സങ്കടമുണ്ട്. കാരണം നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മമ്മൂക്കായെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ മുഹമ്മദ് ഷെരീഫ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയെ വൈറലായിട്ടുണ്ട്. 2 തോക്കുകളും അതിൻ്റെ ഒരു ഉണ്ടയുമാണ് ആ പോസ്റ്റിനകത്ത് കാണിക്കുന്നത്. കാത്തിരിക്കാം സിനിമകളുടെ പുതിയ അപ്ഡേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ആ മഹാനടന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.